കാഴ്ചകൾ കണ്ടാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാനേ തോന്നില്ല. ഹായ് ഫ്രണ്ട്സ്, പാലക്കാട് ട്രാവൽ സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളും കണ്ടതിനു ശേഷം നമ്മൾ ഇപ്പോൾ യാത്ര തിരിക്കുകയാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റൊരു മനോഹരമായ ഇടത്തേക്ക്. കൊല്ലങ്കോട്ടെ താമരപ്പാടം. പച്ചപ്പും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞ ഈ മനോഹരമായ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഇനി നമ്മുടേത്. അവിടെ എത്തിയാൽ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ കണ്ടറിയാം. അപ്പോൾ ഇനി താമരപ്പാടത്തേക്കുള്ള യാത്ര തുടങ്ങാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ താമരപ്പാടത്ത് എത്തിക്കഴിഞ്ഞു. സൈഡിൽ ചെറിയ കച്ചവട സ്റ്റാളുകളും പിന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയയും കാണാൻ കഴിയും. അവിടെ പാർക്കിംഗ് നോക്കുന്നവരുമായി കുറച്ചു നേരം സംസാരിച്ച ശേഷമാണ് ഞാൻ മുന്നോട്ട് പോയത്. നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ? അത് നെല്ലിയാമ്പതി മലനിരകളാണ്. മഴയായതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയായി കാണാൻ സാധിക്കുന്നുണ്ട്. മഴ കാരണം കൂടുതൽ പച്ചപ്പോടെ നിൽക്കുന്ന ചുറ്റുപാടും കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ ബോർഡ് കാണാൻ നമുക്ക് സാധിക്കും. അവിടെ പ്രവേശന സമയവും മറ്റ് വിവരങ്ങളും നൽകിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 7:30 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശന സമയം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പൂക്കളും അലങ്കാരങ്ങളുമൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതല്ല. കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ പ്രധാനമായും വിശാലമായ നെൽപ്പാടങ്ങളും പച്ചപ്പുമായിരുന്നു കാഴ്ച. ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ഭാഗം കൂടുതൽ മനോഹരമായി ഒരുക്കി പൂക്കളും അലങ്കാരങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്തത്. പ്രകൃതിയുടെ ഭംഗിക്കൊപ്പം പുതിയൊരു ഭംഗി കൂടി ചേർത്തിരിക്കുകയാണ് ഇവിടെ. പക്ഷേ മനോഹരമാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഈ താമരപ്പാടം കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന പച്ചപ്പും കാറ്റിനൊപ്പം തലയാട്ടുന്ന നെൽച്ചെടികളും ഗ്രാമീണ കേരളത്തിന്റെ യഥാർത്ഥ ഭംഗിയാണ് ഇവിടെ കാണാം. കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ കളേഴ്സ് ഓഫ് ഭാരത് എന്ന സോഷ്യൽ മീഡിയ പേജ് പങ്കുവച്ച റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് ഇടം നേടിയ പാലക്കാടിന്റെ സ്വന്തം കൊല്ലങ്കോടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അഭിമാനം. അത്ര മനോഹരമാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ദൂരെയൊരാണ്, പക്ഷെ അത് ഒറിജിനൽ അല്ല, അതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സെറ്റാക്കിയിട്ട് അധിക കാലമായില്ല. സഞ്ചാരികൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള അതിമനോഹരമായ ക്രിയേറ്റിവിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പച്ചപ്പും നെൽപ്പാടങ്ങളും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടിന്റെ മനോഹരമായ ഒരു നാട്. പ്രകൃതിയോട് ചേർന്നുള്ള കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടെ ഏറ്റവും മനോഹരമാക്കുന്നത്. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ അടുത്തറിയാൻ പറ്റിയൊരു കൊച്ചു സ്വർഗം. അതാണ് കൊല്ലങ്കോടിലെ താമരപ്പാടം. കണ്ടിട്ടും കൊതി തീരാത്ത പ്രകൃതിയുടെ മാജിക്. അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും മനോഹരമാണ്. ഒട്ടും ധൃതി കൂട്ടാതെ എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് മടങ്ങിയത്.
തണുത്ത കാറ്റും കണ്ണിന് കുളിരേകുന്ന പച്ചപ്പും ദൂരെയായി കാണുന്ന മലനിരകളും വെള്ളച്ചാട്ടവും ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ നിന്ന് കാണുമ്പോൾ സത്യത്തിൽ തിരിച്ചു പോകാനേ തോന്നില്ല. അത്രയും മനോഹരമായൊരു ഇടമാണ് ഈ കൊല്ലങ്കോട് താമരപ്പാടം. ശാന്തവും സമാധാനവും പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. പക്ഷേ ഒരിക്കൽ വന്നാൽ വീണ്ടും വരണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. അത്രയും മനോഹരമായൊരു അനുഭവം തന്നെയാണ് ഈ താമരപ്പാടം. അങ്ങനെ താമരപ്പാടത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ പുറത്തിറങ്ങിയപ്പോഴുള്ള ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ. ഈ തണുത്ത കാലാവസ്ഥയിൽ ഈ പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിച്ച് ഒരു ചൂട് ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഒരുപാട് വിലപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പാലക്കാട് നിന്ന് പളനിയിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു കിടിലൻ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് പാലക്കാട് ട്രാവൽ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും കാണാൻ മറക്കല്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കൊല്ലങ്കോട് വഴി പാലക്കാട് ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.